2020 ജനുവരി മാസം നടക്കാൻ പോകുന്ന കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഇൻ യൂണിവേഴ്സിറ്റീസ് എന്ന പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ് നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം എല്ലാവർക്കും രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം ഡിഗ്രി ബേസ്ഡ് ആയിട്ടുള്ള പരീക്ഷകളിൽ ഇംഗ്ലീഷ് ഭാഗത്ത് കൂടുതലും വൊക്കാബുലറിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ക്ലാസ്സിൽ വൊക്കാബുലറിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിനോണിമുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. സിനോണിംസ് നമുക്കറിയാമല്ലോ, സിനോണിംസ് എന്താണ്? സെയിം മീനിങ് ആയിട്ടുള്ള വാക്കുകൾ. അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ്. അപ്പം നമുക്ക് എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡിബേക്കിൾ. ഡിബേക്കിൾ എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഡിക്ലൈൻ ആണോ, ഡൗൺഫാൾ ആണോ, ഡിസ്കംഫിച്ചർ ആണോ, അതോ ഡീജനറേഷൻ എന്നാണോ? ഇപ്പൊ ഡിബേക്കിൾ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയണം. എന്താണ് ഡിബേക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പെട്ടെന്നുണ്ടാകുന്ന പതനം, പെട്ടെന്നുണ്ടാകുന്ന തോൽവി ആണ് ഡിബേക്കിൾ എന്ന് പറയുന്നത്. പെട്ടെന്നുള്ള തിരിച്ചടി അല്ലെങ്കിൽ പെട്ടെന്നുള്ള പതനം അല്ലെ പെട്ടെന്നുള്ള തോൽവി, അപ്രതീക്ഷിത തോൽവി, അതിനെയൊക്കെ നമ്മൾ ഡിബേക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി സാദൃശ്യമുള്ള അല്ലെങ്കിൽ അത് ആ അർത്ഥം വരുന്ന വാക്കുകൾ ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിക്ലൈൻ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? പതനം. ഡൗൺഫാൾ എന്ന് വെച്ചാൽ എന്താണ്? പതനം. ഡിസ്കംഫിച്ചർ എന്ന് വെച്ചാൽ എന്താ? അസ്വസ്ഥത. ഡീജനറേഷൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ക്ഷയിക്കൽ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന പെട്ടെന്നുണ്ടാകുന്ന തിരിച്ചടി അല്ലെങ്കിൽ പതനം അല്ലെങ്കിൽ തോൽവി എന്നൊക്കെ ഒരു അർത്ഥം വരുന്ന വാക്കുകളിൽ ഈ 2 വക സിയും ഡിയും ശരിയാകുന്നില്ല. ഡിസ്കംഫിച്ചർ എന്ന് വെച്ചാൽ അസ്വസ്ഥത എന്ന അർത്ഥം, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനെ വേണ്ട. പിന്നെ ഡീജനറേഷൻ അർത്ഥം എന്താ? ക്ഷയിക്കൽ എന്നാണ്. അപ്പൊ ഇത് നമ്മുടെ കയ്യിലുള്ള ഡിക്ലൈൻ ആണോ ഡൗൺഫോൾ ആണോ? രണ്ടിനും ഏകദേശം ഒരേ അർത്ഥമാണ്. പതനം, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പതനം എന്നാണ് ഇവിടെ രണ്ടിന്റെ അർത്ഥം, ഡിക്ലൈൻ ആയാലും ഡൗൺഫോൾ ആയാലും. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പെട്ടെന്നുണ്ടാകുന്ന പതനം, പെട്ടെന്നുണ്ടാകുന്ന തോൽവി എന്ന അർത്ഥം വരണമെങ്കിൽ നമുക്ക് ഏതേ നമ്മൾ ഉപയോഗിക്കാവൂ? ഈ ഡൗൺഫാൾ എന്ന് പറയുന്ന വാക്കേ ഉപയോഗിക്കാവൂ. ഓക്കെ, ഡൗൺഫാൾ. ഡിക്ലൈനിന്റെ അർത്ഥവും പതനമാണ്, പക്ഷെ അത് ക്രമേണ ഉണ്ടാകുന്നതിനെ നമ്മൾ ഡിക്ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ പെട്ടെന്നുണ്ടാകുന്ന പതനം അതാണ് ഇവിടെ ഡിബേക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഈ പറയുന്ന ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പൊ ഡൗൺഫാൾ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഒസ്ട്രാസൈസ്? എന്താണ് ഒസ്ട്രാസൈസ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ സിനോണിം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ബാനിഷ്, ബി ലിറ്റിൽ, ബിഗിൽ, ബിസീജ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ബാനിഷിന്റെ അർത്ഥം എന്താ? നാട് കടത്തുക. ബി ലിറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായി കാണുക. ബിഗിൽ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? വഞ്ചിക്കുക. ബിസീജ് എന്ന് വെച്ചാൽ എന്താ? ഉപരോധിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ എന്തായിരിക്കും ഒസ്ട്രാസിന്റെ അർത്ഥം? ഒസ്ട്രാക്സിസ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഒസ്ട്രാസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? നാട് കടത്തുക എന്ന അർത്ഥം. ഒസ്ട്രാസിസ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? നാട് കടത്തുക. അപ്പൊ നാട് കടത്തുക എന്ന അർത്ഥം എന്ന വാക്കേതാണ്? ഈ ബാനിഷ് ആണ്. അതാണ് ബാനിഷ്. അങ്ങനെയാകുമ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്താ? ഈ എ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. അപ്പൊ ഓസ്ട്രാസിസ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? നാട് കടത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എന്താണ് പ്രൊഫിലാക്റ്റിക്? പ്രൊഫിലാക്റ്റിക് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് അന്റാഗോണിസ്റ്റിക്, ടോക്സിക്, പ്രിവെന്റീവ്, പർഗേറ്റീവ്. എന്താണ് അന്റാഗോണിസ്റ്റിക് എന്ന് പറഞ്ഞാൽ? വൈരാഗ്യ ബുദ്ധിയുള്ള അല്ലെങ്കിൽ ശത്രുതയുള്ള എന്നൊക്കെയാണ് ആന്റാഗോണിസ്റ്റിക് എന്ന് വെച്ചാൽ അർത്ഥം. ടോക്സിക് നമുക്കറിയാം, വിഷാംശമുള്ള അല്ലെങ്കിൽ വിഷം കലർന്ന എന്നൊക്കെ അർത്ഥമല്ല ടോക്സിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിവെന്റീവ് നമുക്കറിയാം, തടയുന്നത് അല്ലെങ്കിൽ സംരക്ഷിക്കുന്നത് എന്നൊക്കെയാണ് പ്രിവെന്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പർഗേറ്റീവ് എന്ന് വെച്ചാൽ എന്താ? ശുദ്ധീകരിക്കുന്നത് എന്നാണ് പർഗേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും ഇവിടെ പ്രൊഫിലാക്റ്റിക്കിന്റെ അർത്ഥം? പ്രൊഫിലാക്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ തടയുന്നത് എന്നാണ് അർത്ഥം. ഓക്കെ, എന്താണ്? സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ തടയുന്നത് എന്ന അർത്ഥത്തിലാണ് പ്രൊഫിലാക്റ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതേ അർത്ഥം വരുന്ന വാക്ക് ഏതാണ്? ഈ പ്രിവെന്റീവ് ആണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഈ സി എന്ന് പറയുന്ന ആൻസർ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് കോഡിൽ?
കോഡിൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഹഡിലാണോ, സാറ്റിസ്ഫൈ ആണോ, പ്രൊട്ടക്റ്റ് ആണോ, ചീറ്റ് ആണോ? ഇതെന്നാണ് ഇവിടെ ചോദ്യം. എന്താണ് അപ്പോൾ ഹഡിൽ? ഹഡിൽ എന്ന് വെച്ചാൽ എന്താർത്ഥം? കുഴയ്ക്കുക അല്ലെങ്കിൽ മിശ്രിതമാക്കുക എന്നൊക്കെയാണ് ഹഡിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാറ്റിസ്ഫൈ എന്ന് വെച്ചാൽ എന്താ? തൃപ്തികരമാക്കുക അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്തുക ആണ് സാറ്റിസ്ഫൈ. പ്രൊട്ടക്ട് എന്ന് വെച്ചാൽ സംരക്ഷിക്കുക. ചീറ്റ് എന്ന് വെച്ചാൽ പറ്റിക്കുക അല്ലെങ്കിൽ വഞ്ചിക്കുക എന്നൊക്കെയാണ് ചീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ചോദ്യം കോഡിൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ്. അപ്പൊ കോഡിൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയണം. എന്താണ്? തൃപ്തിപ്പെടുത്തുക എന്നർത്ഥം. എന്താണ്? തൃപ്തിപ്പെടുത്തുക. അപ്പൊ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്ന അർത്ഥമുള്ള വാക്ക് ഏതാ? ഈ സാറ്റിസ്ഫൈ ആണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇവിടെ കോഡിൽ എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം ഏതായിരിക്കും? സാറ്റിസ്ഫൈ ആയിരിക്കും. ഇനി അടുത്ത് ഫ്ലിംസി. ഫ്ലിംസി എന്ന് പറയുന്ന വാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫണ്ണി എന്ന് കൊടുത്തിട്ടുണ്ട്, ഇറാഷണൽ എന്ന് കൊടുത്തിട്ടുണ്ട്, വീക്ക്, പാർട്ടിസൺ. ഫണ്ണി എന്ന് വെച്ചാൽ നമുക്കറിയാം തമാശയുള്ള എന്നർത്ഥമില്ല ഫണ്ണി. ഇറാഷണൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? യുക്തിപരമല്ലാത്തത് ആണ് ഇറാഷണൽ. വീക്ക് എന്ന് വെച്ചാൽ എന്താ? ദുർബലനായ അല്ലെങ്കിൽ ദുർബലമായത്. ഇനി പാർട്ടിസൺ എന്ന് വെച്ചാൽ എന്താ? പക്ഷപാതമുള്ളവൻ എന്നാണ് പാർട്ടിസൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ചോദ്യം ഫ്ലിംസി ആണ്. ഫ്ലിംസി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? ദുർബലമായത് എന്നാണ് അർത്ഥം. ഫ്ലിംസി എന്ന് വെച്ചാൽ ദുർബലമായത്. അപ്പൊ അതേ അർത്ഥം വരുന്ന വാക്ക് ഏതാണ്? ഈ വീക്ക് എന്ന് പറയുന്ന ഓപ്ഷനാണ്. സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ്? വീക്കാണ്. വീക്കാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. അപ്പൊ നമ്മുടെ ഈ ആദ്യത്തെ 5 ചോദ്യം എന്ന് പറയുന്നത് സിനോണിംസുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഇനി സ്വാഭാവികമായിട്ടും ഇനിയുള്ള 5 ചോദ്യം എന്ന് പറയുന്നത് അന്റോണിമുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ നോക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ജെറ്റിസൺ അതിന്റെ അന്റോണിമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അക്സെപ്റ്റ്, റിവാർഡ്, പ്രിസർവ്, കൺസെന്റ്. എന്താണ് അക്സെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്വീകരിക്കുക. റിവാർഡ് നമുക്കറിയാം പ്രതിഫലം എന്നാണ് റിവാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിസർവ് എന്ന് വെച്ചാൽ എന്താ? സംരക്ഷിക്കുക അല്ലെങ്കിൽ കരുതി വെക്കുക എന്നൊക്കെയാണ് പ്രിസർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺസെന്റ് എന്ന് പറയുമ്പോൾ സമ്മതം എന്നാണ് അർത്ഥം. ഇവിടെ എന്താണ് ജെറ്റിസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ജെറ്റിസൺ എന്ന് വെച്ചാൽ അർത്ഥം റിജക്റ്റ് എന്ന അർത്ഥം, നിരാകരിക്കുക എന്നാണ് ജെറ്റിസൺ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നിരാകരിക്കുക എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്താ? സ്വീകരിക്കുക എന്നുള്ള. ഇവിടെ സ്വീകരിക്കുക എന്ന അർത്ഥം വരുന്ന വാക്ക് ഏതാണ്? ഈ അക്സെപ്റ്റ് എന്നുള്ളതാണ് ഇവിടെ സ്വീകരിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ അപ്പൊ ജെറ്റിസൺ എന്ന് പറയുന്ന വാക്കിന്റെ അന്റോണിം എന്ന് പറയുന്നത് എന്തായിരിക്കും? അക്സെപ്റ്റ് ആയിരിക്കും. എന്തായിരിക്കും? അക്സെപ്റ്റ്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം എന്താണ്? അമിലിയോറേറ്റ്. എമിലിയോറേറ്റ് എന്ന് വെച്ചാൽ എന്താണ് അല്ലെ? അതിന്റെ അന്റോണിമാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഇംപ്രൂവ് ആണോ, ഡിപ്പെൻഡ് ആണോ, സോഫ്റ്റൻ ആണോ, വേഴ്സൺ ആണോ? ഇംപ്രൂവ് എന്ന് വെച്ചാൽ മെച്ചപ്പെടുത്തുക, ഡിപ്പെൻഡ് ആശ്രയിക്കുക, സോഫൻ മിതമാക്കുക, വേഴ്സൺ എന്ന് വെച്ചാൽ എന്താ? മോശമാക്കുക എന്നാണ് വേഴ്സൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അമിലിയറേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? മെച്ചപ്പെടുത്തുക എന്നാണ് അമിലിയറേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എമിലിയറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെച്ചപ്പെടുത്തുക. ഓക്കെ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ മെച്ചപ്പെടുത്തുക എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? മോശമാക്കുക എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ എമിലിയറേറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അന്റോണിമായിട്ട് നമുക്ക് എന്തെഴുതാം? വേഴ്സൺ എന്ന് പറയുന്ന വാക്ക് ആൻസർ ആയിട്ട് എഴുതാം. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഗ്രറ്റസ്ക്യൂ. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നാച്ചുറൽ എന്നാണോ, അതോ ഓഡ് എന്നാണോ, അല്ലെ വിംസിക്കൽ എന്നാണോ, സിൻഫുൾ എന്നാണോ? എന്താണ് ഗ്രറ്റസ്ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ? സ്ട്രേഞ്ച് എന്ന അർത്ഥം, വിചിത്രമായത് എന്നാണ് ഗ്രറ്റസ്ക്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നുവെച്ചാൽ അസ്വാഭാവികമായിട്ടുള്ളത്. അപ്പൊ നമുക്ക് സ്വാഭാവികം എന്നൊരർത്ഥം വരണം, എന്നാലും അതിന്റെ ഓപ്പോസിറ്റ് ആവത്തുള്ളൂ. ഓക്കെ. അപ്പൊ അസ്വാഭാവികം എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സ്വാഭാവികമാണ്. ആ അർത്ഥം വരുന്ന വാക്ക് ഏതാണ്? ഈ നാച്ചുറൽ എന്നാണ്. അത് നാച്ചുറൽ. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ്? ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പൊ നാച്ചുറൽ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഓഡ് എന്ന് വെച്ചാൽ അർത്ഥം ഒറ്റപ്പെട്ടത്. വിംസിക്കൽ എന്ന് വെച്ചാൽ ഇതിന്റെ അർത്ഥം ഇത് ഈ ഗ്രൊട്ടസ്കിന്റെ അതേ അർത്ഥമാണ്. സ്ട്രേഞ്ച് എന്നാണ് വിംസിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിൻഫുൾ എന്ന് വെച്ചാൽ പാപിയായത് എന്നൊക്കെ അർത്ഥം, പാപം നിറഞ്ഞത് എന്നൊക്കെയാണ് സിൻഫുൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മുടെ ചോദ്യം ഈ പറയുന്ന ഗ്രൊട്ടസ്ക്യൂ എന്ന് പറയുന്ന വാക്കിന്റെ അന്റോണിമാണ്. അങ്ങനെയാകുമ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഈ നാച്ചുറൽ എന്നുള്ളതാണ്. കാരണം ഗ്രൊട്ടസ്ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രേഞ്ച് എന്നാണ്, വിചിത്രമായത് അല്ലെങ്കിൽ അസ്വാഭാവികമായത് എന്നാണ് അർത്ഥം. അതിന്റെ ഓപ്പോസിറ്റ് ആണ് സ്വാഭാവികമായത്. അങ്ങനെയാകുമ്പോൾ ഇവിടെ നാച്ചുറൽ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം ഡീവിയസ് എന്ന് പറയുന്ന വാക്കാണ്. അതിന്റെ അന്റോണിം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സ്ട്രെയിറ്റ്, ഒബ്വിയസ്, സിമ്പിൾ, സൂപ്പർഫിഷ്യൽ. സ്ട്രെയിറ്റ് എന്ന് വെച്ചാൽ എന്താ? നേരെ ആയിട്ടുള്ള. ഒബ്വിയസ് വ്യക്തമായത്.
സിമ്പിൾ എന്ന് പറയുമ്പോൾ വളരെ ലളിതമായത്. സൂപ്പർഫിഷ്യൽ എന്ന് പറയുമ്പോൾ എന്താണ്? ബാഹ്യമായത്. അപ്പോ ഡീവിയസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയണം, എങ്കിൽ മാത്രമേ ഇതിന്റെ ആന്റോണിം ഏതാ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഡീവിയസ് നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താ? വ്യതിചലിക്കുന്നത് എന്നാണ് ഡീവിയസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിക്കുന്നത്. ഇപ്പൊ വ്യതിചലിക്കാത്തത്, അതായത് നേരെ പോകുന്നത്. അപ്പൊ അതെന്തായിരിക്കും? സ്ട്രെയിറ്റ് ആണ്, സ്ട്രെയിറ്റ്. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഡീവിയസ് എന്നുള്ളതിന്റെ സ്ട്രെയിറ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആന്റോണിം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എവനസെന്റ്. എവനസെന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം, ആന്റോണിമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: ഇമിനന്റ്, പെർമനന്റ്, പെർവേസീവ്, ഇമാനന്റ്. എന്താണ് എവനസെന്റ് എന്ന് വെച്ചാൽ? ക്ഷണികമായത് എന്നർത്ഥം, എന്നുവെച്ചാൽ താൽക്കാലികമായത് എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ഇതിന്റെ ആന്റോണിം എന്തായിരിക്കും? നമുക്ക് കാണുമ്പോൾ തന്നെ അങ്ങനെ ഈ എന്റെ അർത്ഥം കിട്ടി നമുക്കറിയാം ഏതാണ്? പെർമനന്റ് ആണ്. പെർമനന്റ് എന്ന് വെച്ചാൽ സ്ഥിരമായത്. ഓക്കെ, ഇത് താൽക്കാലികമായത് അല്ലെങ്കിൽ ക്ഷണികമായത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? പെർമനന്റ് ആയിരിക്കും. ഇനി എന്താണ് ഇമിനന്റ് എന്ന് വെച്ചാൽ? ആസന്നമായത് എന്നർത്ഥമല്ല, ഇമിനന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെർവാസീവ് എന്ന് വെച്ചാൽ എന്താ? വ്യാപിച്ചു കിടക്കുന്ന ആണ് പെർവേസീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമാനന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അന്തർലീനമായത് എന്നാണ് ഇമാനന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇമാനന്റ്, അന്തർലീനമായത് എന്നാണ് ഇമാനന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് സിനോണിംസും അടുത്ത 5 ക്വസ്റ്റ്യൻസ് ആന്റോണിംസുമായിരുന്നു. അങ്ങനെ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഇതിനോട് ചർച്ച ചെയ്തു. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വൺ വേർഡുമായി ബന്ധപ്പെട്ടതാണ്. തീർച്ചയായിട്ടും വൺ വേർഡുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ നമുക്ക് അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ്? വൺ ഹു ഹൈഡ്സ് അവേ ഓൺ എ ഷിപ്പ് ടു ഒബ്റ്റെയിൻ എ ഫ്രീ പാസേജ്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: കമ്പോസിറ്റർ, സ്റ്റോക്കർ, സ്റ്റോ അവേ, ഷിപ്പ് റൈറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലേത് വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യം ഈ തന്നിരിക്കുന്നത് എന്താണ് നമുക്ക് മനസ്സിലാക്കുക. അതായത് വൺ ഹു ഹൈഡ്സ് അവേ ഓൺ എ ഷിപ്പ് ടു ഒബ്റ്റെയിൻ എ ഫ്രീ പാസേജ്, അതായത് എന്താ? കള്ളയാത്ര ചെയ്യാന്ന് പറയത്തില്ലേ? അതായത് കപ്പലിൽ മറഞ്ഞിരുന്നു കൊണ്ട് ടിക്കറ്റ് ഒന്നും എടുക്കാതെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുക. അപ്പൊ അങ്ങനെ ഉള്ള ഒരാളെ എന്ത് വിളിക്കാൻ? അതിനുള്ള വൺ വേർഡ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ വൺ വേർഡ് എന്തായിരിക്കും? സി എന്ന് പറയുന്ന ഓപ്ഷൻ, അതായത് സ്റ്റോ അവേ എന്നുള്ളതാണ് എന്റെ കറക്റ്റ് വൺ വേർഡ് എന്ന് പറയുന്നത്. സ്റ്റോ അവേ എന്നാണ് കറക്റ്റ് വൺ വേർഡ്. സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. ഇനി എന്താണ് ഈ കമ്പോസിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ? കമ്പോസിറ്റർ എന്ന് വെച്ചാൽ എന്താ? അച്ചടി ചെയ്യുന്ന ആൾ, അച്ചടിക്കുന്ന ആൾ. സ്റ്റോക്കർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കൊടില് എന്നാണ് അർത്ഥം. സ്റ്റോക്കർ, കൊടിൽ. ഈ ഷിപ്പ് റൈറ്റ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഷിപ്പ് നിർമ്മിക്കുന്ന ആൾ ആണ് ഷിപ്പ് റൈറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്ലൂസ് അവൈലബിൾ അറ്റ് എ സീൻ. അതായത് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഉള്ള ക്ലൂസ്, അവൈലബിൾ ആയിട്ടുള്ള ക്ലൂസ്, അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? എന്ന് വെച്ചാൽ സാഹചര്യമായിട്ടുള്ള അല്ലെങ്കിൽ സാഹചര്യ തെളിവ് ഉണ്ട് എന്നൊക്കെ പറയത്തില്ലേ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ അവിടെ കറക്റ്റ് വൺ വേർഡ് എന്നായിരിക്കും സർക്കംസ്റ്റാൻഷ്യൽ എന്നാണ്. അത് സാഹചര്യപരമായ ആണ് സർക്കംസ്റ്റാൻഷ്യൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഈ പറയുന്ന എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി എന്താണ് ഡെറിവേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മറ്റൊന്നിൽ നിന്നുണ്ടാകുന്നത്. അതിനാണ് നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഇൻഫറൻഷ്യൽ എന്ന് വെച്ചാൽ എന്താ? അനുമാനിക്കാൻ പറ്റുന്ന അതാണ് ഇൻഫറൻഷ്യൽ എന്ന് പറയുന്നത്. ഇനി സജസ്റ്റീവ് എന്ന് വെച്ചാൽ എന്താ? നിർദ്ദേശിക്കാൻ കഴിയുന്ന, അതാണ് സജസ്റ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ആൻ അൺഎക്സ്പെക്ടഡ് പീസ് ഓഫ് ഗുഡ് ഫോർച്യൂൺ. പെട്ടെന്ന് നമുക്കുണ്ടാകുന്ന ഒരു ഭാഗ്യം, അതിനെ നമുക്ക് എന്ത് പറയാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് വിൻഫാൾ ആണോ, ഫിലാന്ത്രോപ്പി ആണോ, ബെനവലൻസ് ആണോ, ടേൺ സ്റ്റൈൽ ആണോ? നമുക്ക് ഫിലാന്ത്രോപ്പി എന്ന് വെച്ചാൽ എന്താണ്? മനുഷ്യ സ്നേഹം എന്നാണ്. ബെനവലൻസ് എന്ന് വെച്ചാൽ ദയ, ജനറോസിറ്റി എന്നൊക്കെയാണ് ബെനവലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടേൺ സ്റ്റൈൽ എന്ന് വെച്ചാൽ ഒരാൾക്ക് മാത്രം കടന്നു പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഗേറ്റ്, അതിനാണ് ടേൺ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇവിടെ എന്തായിരിക്കും? ഭാഗ്യം, അപ്രതീക്ഷിത ഭാഗ്യം എന്ന അർത്ഥത്തിൽ നമുക്ക് എന്ത് പറയാം? വിൻഫാൾ ആണ് ഇവിടുത്തെ വൺ വേർഡ് ആയിട്ട് വരിക. ഇവിടുത്തെ കറക്റ്റ് ആൻസർ വിൻഫാൾ എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ആൻ എമോൾമെന്റ് ഓവർ ആൻഡ് എബോവ് ഫിക്സഡ് ഇൻകം ഓർ സാലറി. ഒണറേറിയം ആണോ, സിനിക്യൂർ ആണോ, റിക്വസൈറ്റ് ആണോ, പ്രൊറോഗേറ്റീവ് എന്നുള്ളതാണോ ഇവിടെ വൺ വേർഡായി വരിക. എന്താണ് സിനക്കർ എന്ന് വെച്ചാൽ? നമ്മൾ ജോലി ഇല്ലാത്ത ശമ്പളം, അതാണ് സിനക്കർ. പ്രവൃത്തിയില്ലാത്ത ശമ്പളം എന്നാണ് സിനക്കർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെർക്വിസൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻകം എന്നാണ്. അത് വരവ്, ലാഭം അല്ലെങ്കിൽ ഇൻകം എന്നൊക്കെയാണ് പെർക്വിസിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
പ്രെറഗേറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? പ്രത്യേക അവകാശം എന്നാണ് പ്രെറഗേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവിടെ ഇമോലുമെന്റ് ഓവർ ആൻഡ് എബോവ് ഫിക്സഡ് ഇൻകം ഓർ സാലറി എന്ന് പറയുന്നത് വൺ വേർഡ് ആയിട്ട് നമുക്ക് എന്തിരിക്കാം? ഹൊണറേറിയം എന്ന് പറയാം. ഇതായിരിക്കും ഇതിന്റെ കറക്റ്റ് വൺ വേർഡ്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ദി ആനിമൽസ് ഓഫ് എ പർട്ടിക്കുലർ റീജിയൻ അടുത്ത വൺ വേർഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് അത് ഫ്ലോറയാണോ, മ്യൂസിയം ആണോ, സൂ ആണോ, ഫാൻ ആണോ? ആനിമൽസ് ഓഫ് പർട്ടിക്കുലർ പ്രത്യേക പ്രദേശത്ത് താമസിക്കുന്ന ആനിമൽസിനെ നമുക്ക് എന്ത് വിളിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായിരിക്കും ഫാന എന്നാണ്. അതായത് FAUNA ഫാന, ഡി എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി ഫ്ലോറ എന്ന് വെച്ചാൽ സസ്യങ്ങൾ എന്നാണ് ഫ്ലോറ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫാന എന്ന് വെച്ചാൽ ജന്തുജാലങ്ങൾ എന്നാണ് ഫാന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ നോക്കുമ്പോൾ നമ്മൾ സിനോണിംസ് 5 ക്വസ്റ്റ്യൻസ്, അതുപോലെ ആന്റോണിംസ് 5 ക്വസ്റ്റ്യൻസ്, പിന്നെ വൺ വേർഡ് 5 ക്വസ്റ്റ്യൻസ്, അങ്ങനെ ആകെ 15 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ഡിഗ്രി ലെവൽ പരീക്ഷയിൽ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതലും ചോദ്യം വരിക. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ ഭാഗത്ത് നിന്ന് 5 ക്വസ്റ്റ്യൻസ് വെച്ച് തരുന്നത്. പിന്നെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനകത്ത് പല ക്വസ്റ്റ്യൻസും നിങ്ങൾ ഒരിക്കൽ പോലും PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോൾ കാണാൻ സാധ്യതയില്ല. കാരണം ഇനി PSC ചോദിക്കുന്ന രീതി എന്ന് വെച്ചാൽ മുൻവർഷ ചോദ്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും വൊക്കാബുലറി ഭാഗത്തുനിന്ന് കൂടുതലും ചോദ്യങ്ങൾ വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ തലങ്ങൾ തേടേണ്ടതായിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെതായ ചില പല ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് പല രീതിയിലുള്ള UPSC ലെവല് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കി കണ്ടെത്തി അത് സെലക്ട് ചെയ്ത് കുറച്ച് സംഭവങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക. ദ പ്രൊജക്ട് ഈസ് ക്യാരിഡ് ഓവർ ടു ദിസ് ഇയർ ആൻഡ് വി നീഡ് ടു കീപ് ദ ബാൾ റോളിംഗ്. അപ്പം കീപ് ദ ബാൾ റോളിംഗ് എന്നുള്ളതാണ് ഇവിടുത്തെ ഇഡിയമായിട്ട് വന്നിരിക്കുന്നത്. കീപ് ദ ബാൾ റോളിംഗ്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അതേ അർത്ഥം വരുന്ന സംഭവം എടുത്തിടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ ഏതായിരിക്കും? കീപ് ദ ബാൾ റോളിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ടു കണ്ടിന്യൂ ദ വർക്ക് എന്നാണ്. എന്താണ്? ടു കണ്ടിന്യൂ ദ വർക്ക്. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്ന ഓപ്ഷൻ, ആദ്യത്തെ ഓപ്ഷനാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. അപ്പൊ ഒന്ന് മനസ്സിലാക്കുക, കീപ് ദ ബാൾ റോളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു കണ്ടിന്യൂ ദ വർക്ക് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ്? ദ ഹോസ്റ്റ് ടീം ബോർ ദ പാം ഇൻ ദ ലീഗ് മാച്ചസ്. അപ്പൊ ബോർ ദ പാം എന്ന് പറയുന്നത് അങ്ങനെ PSC പരീക്ഷ നമ്മൾ കണ്ടുവിടാൻ സാധ്യതയില്ല. ബോർ ദ പാം എന്ന് പറയുന്ന ഈ പറയുന്ന ഇഡിയത്തിന്റെ അർത്ഥം എന്ന് പറയുന്നതാണ് വിക്ടോറിയസ് അല്ലെങ്കിൽ എന്താണ് സക്സീഡ് എന്നൊക്കെയാണ് ബോർ ദ പാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നുവെച്ചാൽ വിജയിക്കുക എന്ന അർത്ഥത്തില്ല. അങ്ങനെയാകുമ്പോൾ ഇവിടെ ആൻസർ ആയി വരിക എന്തായിരിക്കും? ഈ വാസ് വിക്ടോറിയസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ബോർ ദ പാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എന്താണ്? ജസ്റ്റ് കീപ് യുവർ വിഗ് ഓൺ, എവരിതിങ് വിൽ ബി ഓൾ റൈറ്റ്. അപ്പൊ ഇവിടെ കീപ് യുവർ വിഗ് ഓൺ എന്നുള്ളതാണ് നമ്മുടെ ഇഡിയം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? കാം ഡൗൺ എന്നാണ്. ശാന്തമാവുക എന്നൊക്കെയാണ് കീപ് യുവർ വിഗ് ഓൺ കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പൊ കാം ഡൗൺ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കുക. എന്താണ്? പേരൻസ് പേ ത്രൂ ദ നോസ് ഫോർ ദ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ. അപ്പൊ ഇവിടെ എന്തായിരിക്കും? അവിടെ ഇഡിയമായിട്ട് വന്നിരിക്കുന്ന ഏതാണ്? പേ ത്രൂ ദ നോസ് എന്നാണ്. എന്താണ് പേ ത്രൂ ദ നോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആൻ എക്സ്ട്രീംലി ഹൈ പ്രൈസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ആൻ എക്സ്ട്രീംലി ഹൈ പ്രൈസ്. അപ്പോൾ പേ ത്രൂ ദ നോസ് എന്ന് വെച്ചാൽ എന്താണ്? ആൻ എക്സ്ട്രീംലി ഹൈ പ്രൈസ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. മോണിക്കാസ് ഹാബിറ്റ് ഓഫ് പിക്കിംഗ് ഹോൾസ് ഇൻ എവറി റിലേഷൻഷിപ്പ് ഈസ് വെരി എക്സാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇഡിയമായിട്ട് വന്നിരിക്കുന്നത് പിക്കിംഗ് ഹോൾസ് എന്നാണ്. എന്താണ് പിക്കിംഗ് ഹോൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫൈൻഡിങ് ഫോൾട്ട്, അതായത് ഏത് കാര്യത്തിനും കുഴപ്പം കണ്ടെത്തുന്ന ഇനി നമ്മൾ പിക്കിംഗ് ഹോൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പിക്കിംഗ് ഹോൾസ് എന്നുള്ളതിന്റെ കറക്റ്റ് ഇഡിയം അതിന്റെ അർത്ഥം എന്തായിരിക്കും? ഫൈൻഡിങ് ഫോൾട്ട് എന്നാണ്. അപ്പൊ ഇവിടെ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ 4 ഭാഗങ്ങളാണ് ചർച്ച ചെയ്തത്, 5 ക്വസ്റ്റ്യൻസ് വെച്ച്. അതായത് ഒന്ന് സിനോണിംസ്, അടുത്ത ആന്റോണിംസ്, ദെൻ വൺ വേർഡ്, ദെൻ ഇഡിയം ആൻഡ് ഫ്രേസസ്. അപ്പൊ എന്തായാലും ഈ ഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്ന് നമ്മൾ ഇതുപോലെ ക്ലാസ്സുകൾ ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ എന്റെ ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വെക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.